അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സൊഫിയ റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രം നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലോട്ട് പോകാം. സൊഫിയ റളിയല്ലാഹു അൻഹ മദീനയിലെ പ്രമുഖ ജൂതഗോത്രമായ ബനു നളറിൻ്റെ നേതാവ് ഹുയയ് ബിൻ അഖ്താസിൻ്റെയും ലൊറ ബിൻത്ത് സമൗഅലിൻ്റെയും മകളായിട്ടാണ് ജനനം. സലാമുബിന് മുഷ്ക് കിനാന എന്നിവരാണ് ആദ്യ ഭർത്താക്കന്മാർ. തൻ്റെ 17-ാം വയസ്സിൽ ഖൈബറിൽ യുദ്ധാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള വിവാഹം നടന്നു. ഹിജ്റ 50 വർഷം റമളാനിൽ തൻ്റെ 60-ാം വയസ്സിൽ മഹദി അവർകൾ വഫാത്തായി. ജന്നത്തുൽ ബഖീയിലാണ് അവിടുത്തെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. നബി പത്നിമാരിൽ ജൂത പാരമ്പര്യമുള്ള ഏക ഭാര്യ മഹദിയായിരുന്നു. ഖൈബർ യുദ്ധം. ഖൈബറിലെ ജൂതന്മാർ മദീനയെ ആക്രമിക്കുവാൻ വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് നബിക്ക് വിവരം കിട്ടി. ജൂതന്മാരുമായി സന്ധി സംഭാഷണം നടത്താൻ അബ്ദുല്ലാഹിബ്നു റവാഹിനെ ഖൈബറിലേക്ക് അയച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഖൈബറിൻ്റെ അയൽ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വലിയ ഗോത്രമായ അസ്ഖാഫുകാരോട് മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ സഹായിച്ചാൽ മദീനയിലെ ഫലസമൃദ്ധമായ ഈന്തപ്പഴത്തോട്ടങ്ങളിൽ പകുതി അവർക്ക് നൽകാമെന്ന് സമ്മതിപ്പിച്ചു. അസ്ഖാഫ്കാർ ജൂതന്മാരോട് യുദ്ധത്തിൽ പങ്കെടുക്കുമെന്നതിൻ്റെ സൂചനയെന്നോണം അവർ മദീനയുടെ അതിർത്തിയിൽ കൊള്ള ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 ഒട്ടകങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവയെ മേച്ചിരുന്ന ഇബ്നു അബീദറിനെ കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. 1600 യോദ്ധാക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഒരു പ്രഭാതത്തിൽ മുസ്ലിങ്ങൾ ഖൈബറിൽ പ്രവേശിച്ചു. അത്യധികം ഉറപ്പുള്ള 6 കോട്ടകൾ ഖൈബറിൽ ഉണ്ടായിരുന്നു. എത്ര തന്നെ പണിപ്പെട്ടാലും മുസ്ലിങ്ങൾക്ക് അത് പിടിച്ചെടുക്കാൻ സാധ്യമല്ലെന്നാണ് ജൂതന്മാർ കരുതിയത്. അവർ സന്ധിക്കൊരുങ്ങാതെ ശരവർഷം ആരംഭിച്ചു. മുസ്ലിങ്ങൾ അങ്ങോട്ടും ആക്രമണം തുടങ്ങി. യഹൂദികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ശത്രുക്കളുടെ പ്രബലമായ കോട്ടകൾ ഓരോന്നായി മുസ്ലിങ്ങൾ കീഴടക്കി. വിശിഷ്ട മുതൽ യുദ്ധ തടവുകാരും യുദ്ധമുതലുകളും നബിയുടെ അടുക്കൽ ഹാജരാക്കപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു സൊഫിയയെയും അവരുടെ പിതൃപുത്രിയെയും കൊണ്ടുവന്നു. വഴിയിൽ ബന്ധുക്കളുടെയും ഭർത്താവിൻ്റെയും മൃതദേഹങ്ങൾ കണ്ട് ക്ഷമയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും അടക്കിപ്പിടിച്ച ദീർഘനിശ്വാസമല്ലാതെ മറ്റൊന്നും സൊഫിയയിൽ നിന്നും പുറത്തു വന്നില്ല. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ മാറത്തടിച്ചു വിലപിക്കാൻ തുടങ്ങി. നബിയുടെ സന്നിധിയിലെത്തിയപ്പോൾ സൊഫിയ അല്പം മാറി നിന്നു. മറ്റേ സ്ത്രീ പഴയപടി മാറത്തടിച്ചു കരയുകയാണ്. ഇതു കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോടായി പറഞ്ഞു, ബിലാൽ, നിങ്ങളൊരു കഠിന ഹൃദയൻ തന്നെ. ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ബന്ധുക്കളും മരിച്ചു കിടക്കുന്ന വഴിയിൽ കൂടി തന്നെ നിങ്ങൾ ഇവരെ കൊണ്ടുവരേണ്ടതുണ്ടോ? യുദ്ധ തടവുകാരെയെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ തഹിയ്യത്തുൽ കൽബി നബിയുടെ അടുക്കൽ വന്ന് യുദ്ധ തടവുകാരിൽ നിന്ന് ഒരു സ്ത്രീയെ അടിമയായി തനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു. ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്വീകരിച്ചു കൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൊഫിയ റളിയല്ലാഹു അൻഹയാണ് അയാൾ തിരഞ്ഞെടുത്തത്. സൊഫിയ ഗോത്രത്തലവൻ്റെ മകളായതുകൊണ്ടും സൊഫിയയെ സ്വീകരിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ലെന്നും സ്വഹാബികൾ നബിയെ ഉണർത്തിച്ചു. അറബി കീഴ്വഴക്കമനുസരിച്ച് നേതാവിൻ്റെ മകൾ നേതാവിനെ മാത്രമേ അംഗീകരിക്കൂ. ഉന്നത നിലയിൽ ജീവിച്ച സൊഫിയ റളിയല്ലാഹു അൻഹ ഒരടിമയായി ജീവിക്കുന്നതിൽ ഇസ്ലാം നിരക്കുന്നില്ല. തഹിയ്യത്തുൽ കൽബിക്ക് മറ്റൊരടിമയെ നൽകി സൊഫിയയെ സ്വതന്ത്രയാക്കി. സൊഫിയയ്ക്ക് താല്പര്യമെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് എതിർപ്പില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. ബുദ്ധിമതിയും വിവേകിയുമായ സൊഫിയ റളിയല്ലാഹു അൻഹ വീട്ടിൽ പോകുന്നതിന് പകരം ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിപദം സ്വീകരിക്കുവാനാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ സൊഫിയ റളിയല്ലാഹു അൻഹയുടെ പൂർണ്ണ സമ്മതത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു. ഹൃദയവിശാലത, സത്യസന്ധത, നീതിനിഷ്ഠത, ആത്മാർത്ഥത, ആത്മനിയന്ത്രണം, ക്ഷമ, ശാന്തത തുടങ്ങിയവ ബീവിയുടെ എടുത്തുപറയത്തക്ക ഗുണങ്ങളാണ്. ബുദ്ധിശക്തിയിലും അറിവിലും അവർ ആരുടെയും പിന്നിലായിരുന്നില്ല. ഏതാനും ഹദീസുകൾ ബീവിയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടുത്തെ ഭാര്യ സൊഫിയ റളിയല്ലാഹു അൻഹ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തയ്ച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് ബീവി അറിഞ്ഞിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സമയം അതുതന്നെ നോക്കി നിന്നു. അവസാനം വിളിച്ചു, സൊഫിയ. സഫിയ ബീവി ഞെട്ടിത്തരിച്ചു നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിൽ നിൽക്കുന്നു. ബീവിക്ക് ജാള്യതയായി താൻ കുപ്പായം കൂലിക്ക് തുന്നുന്നത് ഭർത്താവ് കണ്ടിരിക്കുന്നു. ഭർത്താവിനെ അറിയിച്ചിട്ടില്ല, ദാരിദ്ര്യം അറിയിച്ചിട്ടില്ല ഇന്നേവരെ.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വേദനിക്കും. തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ കാണുന്ന ഉഹുദ് പർവ്വതം കണ്ടോ സഫിയ? സഫിയ ബീവി ചോദിച്ചു, എന്തേ നബിയെ? ഇന്നലെ വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആ പർവ്വതം സ്വർണമാക്കി തരാമെന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഈ ദാരിദ്ര്യം ഞാൻ തിരഞ്ഞെടുത്തതാണ് സഫിയ. സഫിയ റളിയല്ലാഹു അൻഹ ചാടി എഴുന്നേറ്റിട്ട് നബിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അതിനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ നബിയെ. ഒരു വീടല്ല അത്, ആകാശത്ത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ആ വീടിൻ്റെ ഉള്ളിൽ ബലം കൊടുക്കുന്ന ഒരു തൂണുണ്ടായിരുന്നു. അതാണ് സഫിയ റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ, ആ മഹദിയോടൊപ്പം ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.